നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദരമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്ന വിഷയം, ഇന്ന് ഈ ഒരു ആഴ്ചയിൽ ചില ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ നമ്മൾ 12 രാശികളല്ലേ ഉള്ളത്. 12 രാശികളിൽ വരുന്ന 27 നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ആഴ്ചയാണ് ഈ വരുന്ന ആഴ്ച മുഴുവൻ. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് രാശിക്കാരെ എടുത്തു പറയുന്നുണ്ട്. അതിലെ നക്ഷത്രക്കാരേനും നമുക്ക് നോക്കാം. അപ്പോ ഈ ഒരു രാശിക്കാർക്ക് ഇപ്പൊ 12 രാശിയിൽ വരുന്ന ആൾക്കാർക്ക് മൊത്തം 27 നക്ഷത്രങ്ങളാണല്ലോ. അപ്പൊ ഈ 27 നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഏറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുന്ന ഒരു ആഴ്ചയാണ്. ചില ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ കുറച്ച് മോശമായ അനുഭവങ്ങളും, ഇതിൽ രണ്ടിലും ഇടപെടാത്ത മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ അത്തരം ചില രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാരെയാണ് എടുത്തു പറയുന്നത്. അങ്ങനെയുള്ള ഒരു 5 രാശിക്കാരെ കുറിച്ചാണ് ഇവിടെ കൂടുതലായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾക്ക് ഇപ്പൊ പറയുന്നതൊക്കെ ഒരു പൊതുഫലമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോയിൽ പറയാറുണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെ കാണാൻ പാടുകയുള്ളൂ ഇതിനെ. കാരണം പൊതുഫലം ഒരു നക്ഷത്രത്തിന് അല്ലെങ്കിൽ ഇന്ന നക്ഷത്ര രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും ചില മാറ്റങ്ങൾ ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ തന്നെ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല മാറ്റങ്ങളും മോശമായ അനുഭവങ്ങളും ജീവിതത്തിൽ വരിക. പെട്ടെന്ന് നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്ന ആൾക്കാരായിരിക്കും പെട്ടെന്ന് ഒരു അസുഖം വരിക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, അത് സീരിയസ് ആയി മാറുക. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിനടുത്തുള്ള ഒരു നാട്ടുകാരൊക്കെ പറയും, ഇതുവരെ കുഴപ്പമില്ലാത്ത ആളായിരുന്നല്ലോ, നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരാളായിരുന്നല്ലോ അയാൾ, എന്ത് പറ്റി പെട്ടെന്ന്? അതാണ് നമ്മുടെ സമയം മോശം. ചില ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ നമുക്ക് സംഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെയാണ് ഒരാളുടെ വളർച്ചയും. 2-4 ദിനം കണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭഗവാൻ എന്ന് പറയുന്നത് പോലെ പെട്ടെന്നായിരിക്കും ഗ്രഹങ്ങളുടെ അനുകൂലത്താൽ നമ്മൾ ജീവിതത്തിൽ മാറി മറിയുക. അപ്പോ 2-4 ദിനം കൊണ്ട് തന്നെ നമ്മളെ ജീവിതം മാറി മറിയും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പറയും എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ജനിച്ചന്ന് മുതലേ ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് പല ആൾക്കാരും പറയാറ്. എന്നെ വിളിച്ചു പറയുന്ന ആൾക്കാരിൽ പലരും അങ്ങനെ പറയാറുണ്ട്. അതുപോലെ തന്നെ എന്നെ ഫോൺ ചെയ്തിട്ടും കമന്റിലും ഇടാറുണ്ട്. കാരണം കമന്റ് ഞാൻ നോക്കാറുണ്ട്, എല്ലാവരെയും കമന്റ് നോക്കാറുണ്ട്. ചിലതിനൊക്കെ ഞാൻ പറ്റാവുന്നതിനൊക്കെ മറുപടി കൊടുക്കാറുമുണ്ട്. കാരണം എല്ലാം ഒരു ഗ്രഹങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം തന്നെ നടന്നു പോകുന്നത്. അപ്പോ നമ്മള് ജ്യോതിഷ സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ, ചില മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ പറയുന്നു. പക്ഷെ അത് പലരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നു, പലർക്കും അത് അനുഭവം ഇല്ലാണ്ടേ വരാറുണ്ട്. അപ്പൊ ഞാൻ ഒരു നക്ഷത്രക്കാരനാണെങ്കിൽ ആ നക്ഷത്രക്കാരനായിരിക്കും ആ നക്ഷത്രത്തിൽ വരുന്ന പലർക്കും ഗുണങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ആ അനുഭവത്തിലൊന്നും വരുന്നുണ്ടാവില്ല. അത് നമ്മളെന്താ വെച്ചാൽ അതാണ് പറയേണ്ടത്. നമ്മുടെ ജനനസ്ഥിതി ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ജാതകം ഉണ്ടെങ്കിൽ ജാതകം ഒന്ന് ചെക്ക് ചെയ്ത് ഒരു അസ്ട്രോളജറെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുക. അപ്പൊ എല്ലാവർക്കും കിട്ടുന്ന അനുഭവങ്ങൾ നമുക്ക് വരുന്നില്ല. ഞാനും ഒരു നക്ഷത്രക്കാരനാണ്. അതേപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ആ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. വ്യത്യസ്ത സമയങ്ങളിൽ ജനിക്കുന്നവരാണ്, വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞാനും നക്ഷത്രക്കാരനാണ്. അതേപോലെ 10 നക്ഷത്രക്കാരെ അടുത്തുണ്ടെങ്കിൽ പോലും അവർക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒന്നും വരണമെന്നില്ല. അപ്പൊ ഈ പറയുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചിലർ കമന്റ് ആയിട്ട് പറയും, ഞാൻ ഈ നക്ഷത്രക്കാരനാണ്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഇന്നവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെയാണ് നമ്മളിത് വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറയാൻ കാരണം, നമ്മളെപ്പോഴും ഒരു 40 വയസ്സിന് മുന്നേ ആയിട്ട് തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളും ഇല്ലാതെ എന്നും കഷ്ടപ്പാടും ദുരിതമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവങ്ങളും ജീവിതത്തിൽ മാറ്റങ്ങൾ ഇല്ല എന്ന് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കാണുന്ന പോലെ തന്നെയാണ് ഒരു അസ്ട്രോളജറെ സമീപിക്കുക. ഒരു ആചാര്യന് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് തീർച്ചയായിട്ടും പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കും. ആ പരിഹാരത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ഈ വീഡിയോയെ കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു.
തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. മാറ്റങ്ങൾ സംഭവിക്കും. ഈ ആഴ്ചയിൽ പറയുന്ന 5 രാശിക്കാരിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിച്ച ആൾക്കാരും അല്ലാത്തവർക്കും കമന്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായോ എന്നുള്ളത്. അതെന്താ വെച്ചാൽ കമന്റായിട്ട് രേഖപ്പെടുത്താൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രാശിക്കാർക്ക് എത്ര ആൾക്കാർക്ക് ഇത് കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ അനുഭവം വന്നിട്ടുണ്ട്, അല്ലാത്തവർ എത്ര ആൾക്കാരുണ്ട് നമുക്ക് അറിയാനാണ്. കാരണം നിങ്ങൾ ഈ ആഴ്ച തന്നെ നല്ല മാറ്റം എന്തായാലും ജീവിതത്തിൽ പുരോഗതി ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് പറയാൻ പോകുന്നത്. അപ്പോ അതിൽ 5 രാശിയാണ് വരുന്നത്. ഈ 5 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് കൂടുതലായിട്ട് ഫലങ്ങൾ ലഭിക്കുക. അതായത് 13, 15 നക്ഷത്രക്കാർക്ക് ഏകദേശം നമുക്ക് അതിന് ഫലം കിട്ടും. കാരണം ഈ 13 നക്ഷത്രക്കാരില് ഇതില് മുറിയ നക്ഷത്രങ്ങളുണ്ട് ചിലതൊക്കെ. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് ഒരു രാശിയിൽ കാൽഭാഗം, ഒരു രാശിയിൽ മുക്കാൽ ഭാഗം, ചിലത് ഒരു രാശിയിൽ പകുതി ഭാഗം, ഒരു രാശിയിൽ പകുതി ഭാഗം അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അവരെയും കൂടി എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അതില് ആ മാറ്റം വരുമ്പോ ആ ഒരു പാദങ്ങളുടെ മാറ്റം വരും. ഒരു നക്ഷത്രം 4 പാദത്തിലാണ് ഉണ്ടാവുക. അപ്പൊ പാദങ്ങളുടെ മാറ്റം വരുന്നതനുസരിച്ച് അവർക്ക് ഏറ്റക്കുറച്ചിലുകൾ ഗുണത്തിലും ദോഷത്തിലും ഉണ്ടാവാം. എന്തായാലും ഈ രാശിക്കാർക്ക് ഗുണമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. മാത്രമല്ല അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ഒരാൾക്ക് കിട്ടുന്ന അതേ ഗുണമായിരിക്കില്ല മറ്റൊരാൾക്ക് കിട്ടുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു നക്ഷത്രം ഇങ്ങനെയാണ്, പിന്നെ ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകീര നക്ഷത്രങ്ങളാണ്. അതായത് കാർത്തികയ്ക്ക് ഇടവൻ രാശിയിൽ മുക്കാൽ ഭാഗമുണ്ട്, അതേപോലെ മകീരത്തിന് അരഭാഗമുണ്ട്. കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം അര നക്ഷത്രക്കാർക്കാണ്. അതായത് ഇങ്ങനെ മൊത്തം പറയാന്ന് വെച്ചാൽ കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ഉടനീളം ഈ ഒരാഴ്ചയിൽ പെട്ടെന്നായിരിക്കും ഇവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുക. കാരണം ഇവർ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമായിരിക്കും ഇവര് ഇപ്പൊ ബിസിനസ് രംഗത്തൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്നായിരിക്കും കുതിച്ചുകയറ്റം ചെയ്തിട്ടുണ്ടാവുക. പെട്ടെന്നൊരു കച്ചവടം അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് വന്നു, അതിൽ ക്ലിക്ക് ആവുന്നവർ. ഇനി ജോലി ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ ജോലിയിൽ നല്ല ഉയർച്ച പെട്ടെന്ന് ഉണ്ടാവുന്നവർ. അതായത് നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം പുലർത്തി പോകുന്ന സ്ത്രീ പുരുഷന്മാർക്ക് പെട്ടെന്ന് അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്നായിരിക്കും താളം തെറ്റുന്നത്. ആ താളം തെറ്റിയ ആൾക്കാർ, അങ്ങനെ താളം തെറ്റി ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും മാറ്റം. പെട്ടെന്ന് അവര് ഒന്ന് കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ കോടതി സംബന്ധമായ കേസുകൾ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരവിടെ ഒത്തുതീർപ്പിന് തയ്യാറാവുന്നു, അല്ലെങ്കിൽ അവര് പെട്ടെന്നായിരിക്കും അവർ ആ പിണക്കം തീർന്നിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോൾ ഈ ഇടവൻ രാശിയിൽ വരുന്ന ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉടനീളം നല്ല മാറ്റങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഈ ഒരു വാരത്തിൽ. പക്ഷെ അത് തുടർന്നും അങ്ങനെ മൈൻറ്റൈൻ ചെയ്ത് പോട്ടെ എന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ. ദൈവം അങ്ങനെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല നല്ല വഴിപാടുകളൊക്കെ ചെയ്ത് ഉമാമഹേശ്വര പൂജ പ്രത്യേകം ഇത് ചെയ്യാം. അപ്പൊ ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും വർദ്ധിക്കുന്നതായിരിക്കും. ശിവ പാർവതി ക്ഷേത്രത്തിൽ പോയി, അത് ശിവനും പാർവതി ഇല്ലെങ്കിൽ ശിവക്ഷേത്രം ആയാലും കുഴപ്പമില്ല, ഉമാമഹേശ്വര പൂജ ചെയ്യുകയും ദേവിക്ക് ചുവന്ന പട്ട് ചാർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ആ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വളരെ കാലം നിന്നു നിൽക്കാൻ ഭഗവാൻ സഹായിക്കും എന്ന് പ്രതീക്ഷയോടെ കൂടിയിട്ട് അടുത്ത രാശിയിലേക്ക് പോകാം. അടുത്ത രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്ര നക്ഷത്രക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലുള്ളത്. കാരണം ഇവർക്ക് നേട്ടങ്ങളുടെ കാലമാണ്. തീർച്ചയായിട്ടും നമ്മൾ വെറുതെ പറയല്ല, രാശിയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് പറയുന്നതല്ല. ഇത് സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് പറയുന്നത്. കാരണം പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത തരം നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവാം. ചിങ്ങരാശിയിൽ വരുന്ന മകം, പൂരം, ഉത്ര നക്ഷത്രക്കാർക്ക്. അതായത് മകവും പൂരവും മുഴുവൻ നക്ഷത്രങ്ങളാണ്. ഉത്രം ഒരു കുറച്ച് ഭാഗമേ ഉണ്ടാവുള്ളൂ. ഉത്രം, മകം, പൂരം, ഉത്രം നക്ഷത്രം കാലാ ഉണ്ടാവുക. അപ്പൊ ഈ കാൽ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നാം ഭാഗത്തിലുള്ള നക്ഷത്രം തീർച്ചയായിട്ടും ചിങ്ങത്തിലാണ് വരിക. അപ്പോ ഇവർക്ക് പെട്ടെന്നായിരിക്കും ജീവിതത്തിൽ ഉടനീളം ഒരു മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അപ്രതീക്ഷിതമായ ധനനേട്ടം ഇവർക്ക് ഉണ്ടാകുന്നു. അപ്രതീക്ഷിതമായിട്ട് തന്നെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഉന്നത പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് പെട്ടെന്ന് വിജയം. മത്സര പരീക്ഷകളിൽ തീർച്ചയായിട്ടും ചിങ്ങരാശിക്കാർക്ക് വിജയ സാധ്യതയുള്ള സമയമാണ്. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇവരെ വലിയ കാര്യങ്ങൾ തേടിയെത്തുന്നത്. നല്ല ഗുണാനുഭവങ്ങൾ തേടിയെത്തുന്ന സമയം ഈ ഒരാഴ്ചയിൽ ഒരു പ്രതീക്ഷിക്കാം. നല്ല ഗുണാനുഭവങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ സർവത്ര ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു സമയമാണ് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് ഈ രാശി പറയാനുള്ളത്. ഈ ഒരു വീഡിയോയിലൂടെ ചിങ്ങൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും. പുതിയ വിവാഹാലോചനകൾ വരാനും നല്ല വിവാഹ ബന്ധങ്ങൾ നടക്കാനും, പെൺകുട്ടികൾക്കായിക്കോട്ടെ ആൺകുട്ടികൾക്കായിക്കോട്ടെ നല്ല ബന്ധങ്ങൾ വന്നു ചേരാനുമുള്ള ഒരു സാധ്യതയുള്ള സമയമാണ്.
ഇപ്പൊ ശ്രമിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങളായിരിക്കും വരിക, നല്ല വിവാഹ ബന്ധങ്ങൾ വരും. അത് നിമിത്തം നല്ല കുടുംബാന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ കഴിയും, നല്ല സന്താനങ്ങൾ ഉണ്ടാവും. സന്താനങ്ങൾക്ക് കാത്തിരിക്കുന്നവർക്ക് നല്ല നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ, നല്ല ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും, നല്ല സന്താനങ്ങളെ ഇവർക്ക് ഉണ്ടാവും, ദൈവം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും, അതിനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കുന്ന രാശിക്കാരാണ് മകം പൂരം ഉത്ര നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല ഇവര് ചെയ്യേണ്ട വഴിപാട് എന്താ വെച്ചാൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വെറ്റിലമാല, വടമാല, അതുപോലെ തന്നെ അവൽ നിവേദ്യം ഹനുമാൻ സ്വാമിക്ക് കഴിക്കുന്നതും ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. എന്തായാലും ഭഗവാൻ ആഞ്ജനേയൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകാം. അടുത്തതായിട്ട് വരുന്ന രാശി തുലാം രാശിയാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി നക്ഷത്രങ്ങൾ, വിശാഖം നക്ഷത്രങ്ങൾക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലുള്ളത്. ഇവരെ സംബന്ധിച്ച് എല്ലാ ആഗ്രഹങ്ങളും തന്നെ കൈപ്പടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ അതുപോലെ പല വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പങ്കാളിയുടെ പിന്തുണ ലഭിക്കുന്ന സമയമാണ്. നമ്മുടെ പങ്കാളിയുടെ പിന്തുണ നല്ല രീതിയിൽ ഇവർക്ക് ലഭിക്കുന്ന സമയമാണ്. അതുപോലെ ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാവുന്ന സമയമാണ്. സന്തോഷം വരെ തേടിയെത്തും. അതല്ല കൂടാതെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ മികച്ചു നിൽക്കുന്നതായിരിക്കും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നല്ല മികച്ച രീതിയിലായിരിക്കും. കാര്യങ്ങളൊന്നും പാളിച്ചുണ്ടാവില്ല അവരുടെ ജീവിതത്തിൽ. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും എത്തുമെന്ന് പറയാം. മികച്ചു നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായിരിക്കും. കാരണം ഇവരുടെ ജീവിതം എല്ലാം തന്നെ അതിൽ മികച്ചാകും. ഭാഗ്യം ഇവരെ തേടിയെത്തുന്ന പ്രത്യേകിച്ച് നിയമപരമായ കാര്യങ്ങളെല്ലാം തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കൂടാതെ സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിലും അനുകൂല മാറ്റങ്ങൾ തേടിയെത്തുന്നു. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും, വിദേശയാത്ര എല്ലാം സഫലമാക്കുന്ന സമയമാണ്. വിദേശത്തേക്ക് ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, അത് സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് ഹണിമൂണൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ഇങ്ങനെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനോടുകൂടിയുള്ള അനുയോജ്യമാവുന്ന സമയമാണ് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അവർ നമ്മുടെ നാട്ടിലായിക്കോട്ടെ ഹണിമൂണൊക്കെ നല്ല സന്തോഷത്തോടെ കൂടിയിട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. എല്ലാ നേട്ടങ്ങളും ഇവരെ കൈപ്പടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതും, അയ്യപ്പന് വിളക്ക്, മാല, പുഷ്പാഞ്ജലി, പായസം വഴിപാട് കഴിപ്പിക്കുന്നതും ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയാണ്. തുടർന്ന് അടുത്ത രാശിയിലേക്ക് പോകാം. അടുത്തതായിട്ട് ധനുരാശിയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ച ദൈവാനുഗ്രഹം നല്ല രീതിയിൽ ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ ശക്തമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരാഴ്ചയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഒരു സംശയം വേണ്ട, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി നടന്നിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. എല്ലാ വിധത്തിലുള്ള അവസരങ്ങളും നിങ്ങൾ എന്തിനാണോ ശ്രമിക്കുന്നത് ആ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് പറയുന്നത്. നമ്മുടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ആ അവസരം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പഠനത്തിന് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ സാധ്യത ഉണ്ട് ഈ നക്ഷത്രക്കാർക്ക്. അതുപോലെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ നമ്മുടെ പോസിറ്റീവ് ആയ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. നെഗറ്റീവായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരീരത്തിൽ നിന്നും മാറിപ്പോയി, മനസ്സിൽ നിന്നും ചിന്തകളിൽ നിന്നും മാറിപ്പോയി പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും, ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഏറ്റവും അനുകൂലമായ ഒരു സമയം കൂടിയാണ്. നല്ല ആരോഗ്യം ഉണ്ടാവുന്ന സമയമാണ്. അസുഖങ്ങളൊക്കെ മാറി നല്ലൊരു ഉന്മേഷവും ഉഷാറും വരുന്ന ഒരു ശാരീരികമായിട്ട് വരുന്ന ഒരു സമയമാണ് ധനുരാശിക്കാരെ കുറിച്ച് പറയാനുള്ളത്. ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് ഈ പറയുന്നത്. ഈ ആഴ്ചയിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളാണ്. അതേപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക്, വിദേശ ടൂറുകൾക്ക് ശ്രമിക്കുന്നവർക്ക്, ഇനി വിദേശമല്ല ഇന്ത്യക്കകത്തായാലും ടൂറുകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും. ഈ വിവാഹം കഴിഞ്ഞ് ഹണിമൂണിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള നല്ല ടൂറുകളൊക്കെ പോകാനുള്ള അവസരങ്ങൾ ഈ ആഴ്ചയിൽ ഉണ്ടാവും എന്ന് ഉറപ്പ് തന്നെ. അതേപോലെ തന്നെ പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ സാഹചര്യം കൂടി അത് അനുയോജ്യമാവണം എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോ ടൂറിനായിക്കോട്ടെ നമ്മുടെ സാഹചര്യം അനുകൂലമാവുകയാണ് നടക്കുന്നത്. അല്ല, അതാണ് നേരത്തെ ഞാൻ മുന്നേ പറഞ്ഞത് വീഡിയോയില്. ഒരേ നക്ഷത്രക്കാരനെ പല ആൾക്കാരും ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാം ഒരേപോലെ അനുഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോ നമ്മുടെ സാഹചര്യം അതിന് അനുകൂലമാകുകയാണ്. അതായത് ഞാൻ ഒരു അശ്വതി നക്ഷത്രക്കാരനാണെങ്കിൽ എനിക്ക് അതേപോലെ 10 ആളപ്പുറത്തുണ്ടെങ്കിൽ 10 ആളുടെ ജീവിത രീതി ആയിരിക്കില്ല എന്റെ രീതി. അപ്പൊ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടാവുന്നില്ല.
എനിക്ക് വേറെ കാര്യത്തിലായിരിക്കും മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പറഞ്ഞുകൊണ്ട് ധനുരാശിക്കാർക്ക് ജീവിതത്തിൽ ഉടനീളം നല്ല മാറ്റങ്ങൾ ഉണ്ടാവും, നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം 108 കുറയാതെ ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ നല്ല ഗുണാനുഭവങ്ങൾ വിഷ്ണുവിന്, ഭഗവാന് പാൽപായസം കഴിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല അനുഭവങ്ങൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത രാശിയിലേക്ക് പോകും. അടുത്തതായിട്ട് ഈ ഇതിൽ വരുന്ന മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ വരുന്ന ഉരുരട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മീനൻ രാശിക്കാർക്ക് പല വിധത്തിലുള്ള ഭാഗ്യഫലങ്ങൾ തേടിയെത്തുന്ന സമയമാണ് വരാനിരിക്കുന്ന ഈ ഒരാഴ്ച. നല്ല അനുഭവങ്ങൾ ഉണ്ടാവും ഒരാഴ്ച. പലപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ആത്മീയമായ യാത്ര നടത്താനൊക്കെ സാധിക്കും എന്നാണ് പറഞ്ഞത്. വല്ല അമ്പലങ്ങളിലേക്കോ മറ്റേ കാശി, പിന്നെ അങ്ങനെയുള്ള ഹിമാലയം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരം ആൾക്കാർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നല്ല ആഗ്രഹിക്കുന്ന ഫലം തന്നെ ലഭിക്കും എന്നാണ് പറഞ്ഞത്. മക്കളെ കൊണ്ട് രക്ഷിതാക്കൾക്ക് നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഈ ആഴ്ചയിൽ എന്നാണ് പറഞ്ഞത്. സാമ്പത്തികമായിട്ടും അവരെ കുറിച്ച് അഭിമാനം കൊള്ളാൻ ഈ രക്ഷിതാക്കൾക്ക് സാധിക്കുന്ന സമയമാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. മീനം രാശിയിൽ വരുന്ന ഈ ഒരു രാശിയിലെ നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. തുടർന്ന് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും ശുഭാനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.